ഞങ്ങൾ അതിൽ ഉൾപ്പെടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഇതിന് നടക്കാൻ വിടത്തില്ല എന്ന് പറഞ്ഞാൽ അവർ വാദിക്കുന്നു. മറ്റേ ഗ്രൂപ്പ് അകത്തിരുന്ന് ഇവരെ അകത്ത് കയറ്റിയ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഇതിന്റെ മധ്യത്തില് ഈ ഗ്രീൻ റൂമിൽ ഇരുന്ന ആരോ പോലീസിനെ ഇൻഫോം ചെയ്തു. ഈ വിഘടിച്ച് നിൽക്കുന്ന ഗ്രൂപ്പിന്റെ ഒരു വ്യക്തി വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ഇതിന്റെ അകത്ത് പൂട്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ്. ഒരു പേരിനും പെരുമയ്ക്കും പാസ്റ്റർ പോളിന് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി അദ്ദേഹത്തിന് പേരുമുണ്ട്, പെരുമയുണ്ട്. ആസ് എ presbyters, as a leaders of the central district, we are giving our blood to have the churches to increase in Karnataka and Goa. We don't want to take that blame. അസംബ്ലീസ് ഓഫ് ഗോഡിൽ എന്താണ് സംഭവിക്കുന്നത്? ബാംഗ്ലൂരിൽ നിന്ന് വളരെ ദുഃഖകരമായ ചില വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഓൾ ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ജനറൽ എക്സിക്യൂട്ടീവിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കോൺഫറൻസ് ബാംഗ്ലൂരിൽ ആരംഭിച്ചു. എന്നാൽ അത് പൂർത്തിയാക്കുവാൻ സാധിക്കാതെ പിരിച്ചുവിടേണ്ടി വന്നിരിക്കുന്നു. ബാംഗ്ലൂരിലെ എരപ്പനഹള്ളിയിലെ കണ്ണൂരുവിലാണ് 2025 ജൂൺ 10 ചൊവ്വാഴ്ച അസംബ്ലീസ് ഓഫ് ഗോഡ് ഇന്ത്യയുടെ ത്രിവത്സര കോൺഫറൻസ് ആരംഭിച്ചത്. ബുധനാഴ്ച ജനറൽ ബോഡി യോഗം ആരംഭിച്ചെങ്കിലും ശബ്ദായമാനമായ രംഗങ്ങളെ തുടർന്ന് പോലീസ് എത്തുകയും ഈ സമ്മേളനം തന്നെ പിരിച്ചുവിടുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് സഭയാണ് അസംബ്ലീസ് ഓഫ് ഗോഡ്. ഇന്ത്യയിൽ 10,000-ഓളം ലോക്കൽ സഭകളും അത്ര തന്നെ പാസ്റ്റേഴ്സും അനുബന്ധ സംവിധാനങ്ങളും ഒക്കെയുള്ള വലിയൊരു സഭ. വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സഭ എന്നുള്ളൊരു ഇമേജാണ് അസംബ്ലീസ് ഓഫ് ഗോഡിനുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ബാംഗ്ലൂരിൽ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ സഭയ്ക്ക് മൊത്തത്തിൽ തന്നെ നാണക്കേടായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്താണ് ബാംഗ്ലൂരിൽ സംഭവിച്ചത്? അതിൻ്റെ പശ്ചാത്തലം എന്തൊക്കെയാണ്? ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ. 2025 ജൂൺ 10 ചൊവ്വാഴ്ച വൈകിട്ട് പൊതുസമ്മേളനത്തോടുകൂടിയാണ്, റാലിയോടുകൂടിയാണ് ഓൾ ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഈ ജനറൽ കോൺഫറൻസ് ആരംഭിച്ചത്. AGIയുടെ 11ാമത്തെ കോൺഫറൻസ് ആയിട്ടാണ് ഇത് നടക്കുന്നത്. നിലവിലെ ജനറൽ സൂപ്രണ്ട് റവറൻഡ് പോൾ തങ്കയ്യ നേതൃത്വം നൽകുന്ന സെൻട്രൽ ഡിസ്ട്രിക്റ്റാണ് ഈ സമ്മേളനത്തെ ഹോസ്റ്റ് ചെയ്തത്. അവരാണ് അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം നടത്തിയത്. ആദ്യ ദിവസം നടക്കുന്ന രാത്രി സമ്മേളനത്തിലും റാലിയിലും പൊതുജനങ്ങൾക്കൂടെ പ്രവേശനമുണ്ടായിരുന്നു. ഏകദേശം 3000-ഓളം ആളുകൾ അന്ന് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തുവെന്ന് കരുതപ്പെടുന്നു. ഇവിടെ എന്താണ് യഥാർത്ഥ പ്രശ്നം എന്നുള്ളതിലേക്ക് വരുമ്പോൾ, കേരളവുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരത്തിന് തെക്കേ അറ്റത്തുള്ള പ്രദേശങ്ങളും തമിഴ്നാട്ടിലെ പ്രദേശങ്ങളും ഒക്കെ കൂടെ ചേർന്നുള്ള സതേൺ ഡിസ്ട്രിക്റ്റുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളെ തുടർന്നാണ് അവിടെ വലിയ വാഗ്വാദങ്ങളും തർക്കങ്ങളും ഒക്കെ ഉടലെടുക്കുന്നത്. കേരളത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡിന് 3 ഡിസ്ട്രിക്റ്റുകളാണുള്ളത്. 1 മലയാളം ഡിസ്ട്രിക്റ്റ്, 2 മലബാർ ഡിസ്ട്രിക്റ്റ്, 3 സതേൺ ഡിസ്ട്രിക്റ്റ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പാസ്റ്റർ TJ ശാമുവേൽ നേതൃത്വം നൽകുന്ന മലയാളം ഡിസ്ട്രിക്റ്റ്, പാസ്റ്റർ VT എബ്രഹാം നേതൃത്വം നൽകുന്ന മലബാർ ഡിസ്ട്രിക്റ്റ്, പാസ്റ്റർ N പീറ്റർ നേതൃത്വം നൽകുന്ന സതേൺ ഡിസ്ട്രിക്റ്റ്. ഇതിൽ N പീറ്റർ നേതൃത്വം നൽകുന്ന സതേൺ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ചില വർഷങ്ങൾക്ക് മുമ്പേ പുറത്താക്കപ്പെട്ട കുറേ പാസ്റ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ കാരണങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നതിൽ അർത്ഥമില്ല. എന്നാൽ ഇങ്ങനെ പുറത്താക്കപ്പെട്ട പാസ്റ്റേഴ്സ് അവർ അസംബ്ലീസ് ഓഫ് ഗോഡ് വിട്ടുപോകാതെ അസംബ്ലീസ് ഓഫ് ഗോഡിൽ തന്നെ തുടരുന്നു. അവരിപ്പോൾ ചെന്നൈയിലെ ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഓർഡറും വാങ്ങിക്കൊണ്ട് ഓൾ ഇന്ത്യ കോൺഫറൻസിന് വേണ്ടി ബാംഗ്ലൂരിലെത്തുന്നു. രാത്രിയിൽ നടന്ന റാലിയിലും കോൺഫറൻസിലും അവർ പങ്കെടുത്തു. അന്ന് തന്നെ രാത്രിയിൽ അവർ ചില പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ പിറ്റേ ദിവസം രാവിലെ ഇവർ വീണ്ടും കോൺഫറൻസ് ഹാളിലെത്തി. നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവരാകയാൽ ഇവരെ അകത്തേക്ക് കയറ്റുവാനായിട്ട് ചിലർ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. എന്നാൽ അവരിൽ ചിലർ ഈ തടസ്സങ്ങളെ മറികടന്നുകൊണ്ട് അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നു. അങ്ങനെ അകത്തേക്ക് പ്രവേശിക്കുകയും ആ വിമത സംഘം വേദിയിലെത്തി പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുകയും ചെയ്യുന്നു. അത് ബിസിനസ് മീറ്റിംഗ് ആരംഭിച്ചു കഴിയുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇവരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സതേൺ ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്നിരിക്കുന്ന ഔദ്യോഗിക വിഭാഗം കൂടെ ബഹളം വെക്കാൻ തുടങ്ങിയതോടുകൂടെ ഇരു കൂട്ടരും അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് പോലെയുള്ള വലിയ അലങ്കോലമായി ഈ മീറ്റിംഗ് മാറുകയാണ്. ഇതിനിടയിൽ സമവായ ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അവരുമായിട്ട് ചർച്ചയ്ക്കുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും വിജയിക്കുന്നില്ല. മാത്രവുമല്ല, ആരോ ഒരാൾ പോലീസിനെ അറിയിച്ചതനുസരിച്ച് പെട്ടെന്ന് പോലീസ് അവിടേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ പോലീസ് എത്തി കാര്യങ്ങൾ നിരീക്ഷിച്ചപ്പോഴാണ് ഇത്രയധികം ആളുകൾ ഇവിടെ ഉണ്ടെന്നും ഈ മീറ്റിംഗ് ഇവിടെ ഇങ്ങനെ നടത്തുന്നതിന് പ്രത്യേകമായി പെർമിഷനൊന്നും വാങ്ങിയിട്ടില്ല എന്നുള്ള കാര്യവും മനസ്സിലാകുന്നത്. അതോടെ പോലീസ് നിർബന്ധപൂർവം ഈ മീറ്റിംഗ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം കൂടെ അവർ വിശദീകരിക്കുന്നുണ്ട്.
അതായത് RCBയുമായി ബന്ധപ്പെട്ട് സ്റ്റേഡിയത്തിലുണ്ടായ വലിയ ദുരന്തത്തെ തുടർന്ന് പോലീസ് ജനക്കൂട്ടം കൂടുന്നിടത്തെല്ലാം ശക്തമായി ഇടപെടുവാനുള്ള തീരുമാനമെടുക്കുകയും അങ്ങനെ നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിനിടയിലാണ് 12,000 ആളുകൾ അനുമതിയില്ലാതെ ഇവിടെ ഒന്നിച്ചു കൂടുന്നതായിട്ട് അവർ മനസ്സിലാക്കുന്നതും മീറ്റിംഗ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നതും. അങ്ങനെ ജനറൽ ബോഡി പിരിച്ചുവിടപ്പെട്ടു. എന്നാൽ ഈ ജനറൽ ബോഡി പിരിച്ചുവിട്ടത് മാത്രമല്ല പ്രശ്നം, ഇത് ബോധപൂർവമായിട്ട് നിലവിലുള്ള ജനറൽ സൂപ്രണ്ട് പോൾ തങ്കയ്യ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു നാടകമാണെന്നാണ് എതിർ വിഭാഗത്തിൻ്റെ ആരോപണം. അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ മറുഭാഗം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ മുടക്കി ആളുകൾ ഇവിടെ 2000-ഓളം പ്രതിനിധികൾ എത്തിച്ചേർന്നിരിക്കുന്നു, ഒരു വലിയ സമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നു, അക്കോമഡേഷനും ഭക്ഷണത്തിനുമൊക്കെയായി 50-60 ലക്ഷം രൂപയോളമെങ്കിലും ചെലവഴിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു കോൺഫറൻസ് അതിൻ്റെ ചെയർമാൻ തന്നെ ഇങ്ങനെ ഒരു നാണക്കേടുണ്ടാക്കുന്ന വിധം അലങ്കോലമാക്കുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. അതിന് ന്യായീകരണമായി എതിർവിഭാഗം പറയുന്ന ഇതാണ്: ഇപ്പോഴത്തെ ചെയർമാനായ പാസ്റ്റർ പോൾ തങ്കയ്യയ്ക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കുകയായിരുന്നു എന്നാണ് അവരുടെ ആരോപണം. എന്തുകൊണ്ടാണ് പാസ്റ്റർ പോൾ തങ്കയ്യയ്ക്ക് മത്സരിക്കുവാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായത്? അദ്ദേഹത്തിൻ്റെ റീജിയൻ എന്ന് പറയുന്നത് സദേൺ റീജിയനാണ്, അതായത് സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡ്. ഈ സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിൽ പ്രധാനമായും 8 ഡിസ്ട്രിക്റ്റുകളാണുള്ളത്. ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്നും 2 പേർ, അതായത് സൂപ്രണ്ടും സെക്രട്ടറിയും, പിന്നെ നിലവിലുള്ള സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ എക്സിക്യൂട്ടീവിൽപ്പെട്ട 5 പേര്, ഇങ്ങനെ 21 പേർ ചേർന്നാണ് ഓൾ ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ചെയർമാനായിട്ടോ അല്ലെ മറ്റ് സ്ഥാനത്തേക്കോ ഒക്കെ മത്സരിക്കുവാൻ യോഗ്യരായ 3 പേരെ തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ നോമിനേറ്റ് ചെയ്ത 3 പേരുടെ കൂട്ടത്തിൽ നിലവിലുള്ള ഓൾ ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ചെയർമാനും സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിലെ അംഗവുമായിരിക്കുന്ന പാസ്റ്റർ പോൾ തങ്കയ്യയുടെ പേര് ഉൾപ്പെട്ടില്ല. അത് ബോധപൂർവം അദ്ദേഹത്തെ ഒഴിവാക്കുവാൻ വേണ്ടി ഒരു തന്ത്രം അതിനകത്ത് രൂപപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരുടെ ആരോപണം. ഓൾ ഇന്ത്യ ചെയർമാനായിട്ട് പാസ്റ്റർ പോൾ തങ്കയ്യ 3 വർഷം പ്രവർത്തിച്ചു. തൻ്റെ ആ ഒരു ടേം കൊണ്ട് തന്നെ വളരെ മികച്ച പ്രവർത്തനം അദ്ദേഹം കാഴ്ചവെച്ചുവെന്നും ഓൾ ഇന്ത്യ ലെവലിൽ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ വലിയ നിലയിൽ വളർച്ച പ്രാപിച്ചുവെന്നും അതെല്ലാം പാസ്റ്റർ പോൾ തങ്കയ്യയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും നേതൃത്വം കൊണ്ടുമാണ് സംഭവിച്ചതെന്നും ഒക്കെ ആ വിഭാഗം വാദിക്കുന്നു. എന്നാൽ നോമിനേറ്റ് ചെയ്യപ്പെടുമെന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നെങ്കിലും അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടത് 3 മലയാളികളാണ്. 1 പാസ്റ്റർ VT എബ്രഹാം, 2 പാസ്റ്റർ KJ മാത്യു, 3 പാസ്റ്റർ എബ്രഹാം തോമസ്. അങ്ങനെ അടുത്ത ഓൾ ഇന്ത്യ എക്സിക്യൂട്ടീവിലേക്ക് ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് മത്സരിക്കുവാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിൽ റവറൻഡ് പോൾ തങ്കയ്യ അകപ്പെടുന്നു. ഇത് ആസൂത്രിതമായ ഒരു അട്ടിമറിയായിരുന്നു പോൾ തങ്കയ്യക്കെതിരെ നടന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ ആരോപിക്കുന്നത്. അങ്ങനെ സംഭവിച്ചതിൻ്റെ ഒരു പ്രതികാരം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കോൺഫറൻസ് പാതി വഴിക്ക് ഉപേക്ഷിക്കത്തക്ക നിലയിൽ പോൾ തങ്കയ്യ ബോധപൂർവം ശ്രമം നടത്തിയത് എന്ന് മറുവിഭാഗവും ആരോപിക്കുന്നു. എന്നാൽ ഈ വാദങ്ങളെല്ലാം പാസ്റ്റർ പോൾ തങ്കയ്യയോട് കൂടെ നിൽക്കുന്ന സെൻട്രൽ റീജിയനിലെ എക്സിക്യൂട്ടീവ്സ് തള്ളിക്കളയുന്നു. അവർ പറയുന്നത് സദേൺ ഡിസ്ട്രിക്റ്റിലെ പ്രശ്നം സദേൺ ഡിസ്ട്രിക്റ്റിൽ തന്നെ പരിഹരിക്കേണ്ടതായിരുന്നു, ഇനി അതല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡ് അത് പരിഹരിക്കേണ്ടതായിരുന്നു. അത് ഓൾ ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു പ്രശ്നമല്ല, അത് അവിടേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. ഇതൊന്നും പോൾ തങ്കയ്യ ഉണ്ടാക്കിയ പ്രശ്നങ്ങളല്ല, 13 വർഷം മുമ്പ് ഉടലെടുത്ത പ്രശ്നമാണ്. ഇത് അവിടെ തന്നെ പരിഹരിക്കേണ്ടതായിരുന്നു. കോടതി ഉത്തരവ് ലഭിച്ച് അവരിവിടെ വരത്തക്ക നിലയിലുള്ള സാഹചര്യം ഉണ്ടാകുവാൻ പാടില്ലായിരുന്നു എന്നാണ് അവർ ന്യായമായിട്ട് പറയുന്നത്. കോടതി ഉത്തരവുമായി വന്നിരിക്കുന്ന ഒരു ഗ്രൂപ്പിനെ ഈ കോൺഫറൻസിനകത്തേക്ക് പ്രവേശിപ്പിച്ചില്ലെങ്കിൽ അതൊരു കോടതി അലക്ഷ്യമായി മാറാൻ സാധ്യതയുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതിന് മാക്സിമം ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇതിനിടയിൽ ആരോ പോലീസിനെ വിളിച്ചതുകൊണ്ടാണ് ഈ മീറ്റിംഗ് തുടരാനാവാതെ വന്നത് എന്നും അവർ വ്യക്തമാക്കുന്നു. ഇത് സംബന്ധിച്ച് വാർത്തകൾ പുറത്തേക്ക് വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയാൻ പാസ്റ്റർ പോൾ തങ്കയ്യയുമായി ഹല്ലേലൂയ ബന്ധപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം അദ്ദേഹത്തിൻ്റെ സെൻട്രൽ റീജിയൻ്റെ എക്സിക്യൂട്ടീവുമായിട്ട് അവർ നൽകുന്ന വിശദീകരണങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾ തയ്യാറായി. അവർ നൽകിയ വിശദീകരണങ്ങളുടെ ചില പ്രസക്തമായ ഭാഗങ്ങൾ ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട്. എന്തായിരുന്നാലും അസംബ്ലീസ് ഓഫ് ഗോഡിനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിനാകെ നാണക്കേടുണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രശ്നമായി ഇത് പുറത്തേക്ക് വന്നിരിക്കുന്നു. മാത്രവുമല്ല, ഇപ്പോൾ കോൺഫറൻസ് ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇനി എന്താണ് അടുത്ത നടപടി, അടുത്ത സ്റ്റെപ്പ് എന്താണ്, എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും എന്നുള്ള
ചോദ്യമാണ് പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ, വിശ്വാസ സമൂഹത്തിൻ്റെ മുൻപിലുള്ളത്. എന്നാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്ന് പറയുന്നത് പ്രായോഗികമായി അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു സംഘടനാ സംവിധാനത്തിൽ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ സംവിധാനത്തിൽ ഇനി എങ്ങനെ ഈ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളതിന് കൃത്യമായ ഒരു ഉത്തരം നൽകുവാൻ ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നിലവിലുള്ള ഓൾ ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ എക്സിക്യൂട്ടീവിന് ഇപ്പോൾ അധികാരമുണ്ടോ? അവർക്ക് അങ്ങനെ തന്നെ തുടരുവാൻ സാധിക്കുമോ? അല്ല എങ്കിൽ എങ്ങനെയാണ് ഒരു പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? മാത്രവുമല്ല, ഇങ്ങനെ ഒരു പൊതുസമ്മേളനം നടത്തണമെങ്കിൽ, ഓൾ ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു ജനറൽ ബോഡി നടത്തണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് മാത്രമേ നടത്തുവാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരു മീറ്റിംഗ് ആര് വിളിച്ചു കൂട്ടും, എവിടെ നടക്കും, എപ്പോൾ നടക്കും എന്നുള്ളതിനെക്കുറിച്ചൊന്നും ആർക്കും ഒരു വ്യക്തതയുമില്ല. മാത്രവുമല്ല, ഇത് സംബന്ധിച്ച് ആരെങ്കിലും കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ വലിയ തർക്കങ്ങളിലേക്കും വാദങ്ങളിലേക്കും ദീർഘകാലത്തേക്ക് ഓൾ ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളിലേക്കും കാര്യങ്ങൾ മാറുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും സെൻട്രൽ ഡിസ്ട്രിക്റ്റിന് ഇത് സംബന്ധിച്ച് പറയുവാനുള്ള കാര്യങ്ങൾ, അവർ പറയുന്നതിൻ്റെ ചില ഭാഗങ്ങൾ കേൾക്കുക, കുറച്ചുകൂടെ വ്യക്തതയോടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമായിരുന്നു ഇന്നലത്തെ സംഭവം. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് നടന്നത്. പക്ഷെ അതിൽ ഞങ്ങൾ വളരെ വിഷാദിക്കുന്നു, അതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. പക്ഷെ ഈ സംഭവം നടക്കാൻ കാരണം ഇന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ചില വാർത്തകൾ, ഇത് മൊത്തം പോഷ്കാണ്. അതില് വാസ്തവമായി ഒന്നും കാണുന്നില്ല. ഇന്നലത്തെ സംഭവമായിട്ട് AGIക്ക് ഒരു കാര്യം ഇല്ലാത്ത ഇടത്താണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. പക്ഷെ സംബന്ധിച്ചു ഞാൻ തുടക്കത്തിൽ തന്നെ അതിന്റെ പശ്ചാത്തലം പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഈ സംഭാഷണത്തില് വലിയ അർത്ഥം കാണത്തില്ല. ഇത് എവിടുന്നാ തുടങ്ങിയത്? തുടക്കം എന്ന് പറയുന്നത് ഞങ്ങളുടെ SIAG, സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു കേരളത്തില് ഒരു ഡിസ്ട്രിക്റ്റാണ് സദറൻ ഡിസ്ട്രിക്ട്. ഈ സദറൻ ഡിസ്ട്രിക്റ്റില് ഉണ്ടായ ഒരു പ്രശ്നത്തെ സദറൻ ഡിസ്ട്രിക്റ്റിന്റെ നേതാവായിരിക്കുന്നവർ അവിടെ പരിഹരിക്കണമായിരുന്നു. അതില് 2 ഗ്രൂപ്പായി തിരിഞ്ഞു. ഒരു ഗ്രൂപ്പ് അധികാരത്തിലുള്ളവരും മറു ഗ്രൂപ്പ് അവിടെ നിന്ന് വിഘടിച്ചവരും എന്നാണ് പറയപ്പെടുന്നത്. ഈ 2 ഗ്രൂപ്പിൽ തമ്മിൽ ഉണ്ടായ ഭിന്നഭിപ്രായവും അഭിപ്രായ വ്യത്യാസങ്ങളും ഈ കാര്യം കൊണ്ട് അവര് ചെയ്തത് അവിടെ പരിഹരിക്കേണ്ട വിഷയമായിരുന്നു. അതിന്റെ നേതാക്കന്മാരിരുന്നു ദൈവസ്നേഹത്തില്, ദൈവവചനത്തിന്റെ പ്രമാണത്തില് പറഞ്ഞ് മനസ്സിലാക്കി താഴേണ്ട അടുത്ത് താന്ന് ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടാതെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു അവിടുത്തെ സദറൻ ഡിസ്ട്രിക്റ്റിന്റെ നേതാക്കന്മാർ ചെയ്യേണ്ടത്. അവിടെ എന്തോ അവർ തമ്മിൽ ഒത്തൊരുമ വരാത്തത് കൊണ്ട് അടുത്ത സ്റ്റെപ്പാണ് SIAGയിലേക്ക് വരുന്നത്. SIAGയുടെ നേതാക്കന്മാർ, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നമല്ല, ഏകദേശം 13 വർഷങ്ങൾ കൊണ്ട് ഇത് ഇങ്ങനെ തന്നെ പുകഞ്ഞുകൊണ്ടിരിക്കുക. ഇതിന്റെ കാര്യം SIAGക്കാരാണ് ഇതിന് പരിഹാരം ചെയ്യേണ്ടതായിരുന്നു. അവര് ശ്രമിച്ചെന്നാണ് പറയുന്നു, പലവട്ടം ശ്രമിച്ചു, അവര് അതില് സക്സീഡ് ആയില്ല. എങ്കിലും ഈ 2 ഗ്രൂപ്പും തമ്മില് പ്രശ്നം വർദ്ധിപ്പിച്ചു വന്ന് അത് പ്രശ്നം നാൾക്ക് നാൾ കൂടി വന്നു. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ SIAGയുടെ കോൺഫറൻസില് ഈ വിഘടിച്ചു നിൽക്കുന്ന ഗ്രൂപ്പിനെ കോൺഫറൻസിന് അവരെ അലോ ചെയ്തു. അത് ചെയ്തത് SIAGയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. അതിന്റെ ബേസിൽ അവര് ഒരു കോർട്ട് ഓർഡർ എടുത്തു. AGI കോൺഫറൻസിന് അവരെ കേട്ടണമെന്ന്. പക്ഷെ ഞങ്ങളുടെ AGI കോൺഫറൻസിൽ ഒരു നിയമമുണ്ട്, രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ
ഓർഡിനേഷന്റെ സർട്ടിഫിക്കറ്റ് അവിടെ എൻറോൾ ചെയ്താലേ അവർക്ക് രജിസ്ട്രേഷൻ ഓപ്പൺ ആകത്തുള്ളൂ. പക്ഷെ ഇവർക്ക് അത് ഇല്ലാത്തത് കൊണ്ട് ഇവർ പലവട്ടം ഞങ്ങളുടെ ഓഫീസിന്, ഞങ്ങളുടെ ചെയർമാന്റെ ഓഫീസിലേക്ക് വിളിക്കുകയും പലവട്ടം ചോദിച്ചു. പക്ഷെ ചെയർമാൻ പറഞ്ഞു, നിങ്ങൾ രജിസ്റ്റർ ചെയ്യാത്തവര് ഇതിന്റെ അകത്ത് അലൗഡ് അല്ല എന്ന്. വളരെ തീക്ഷ്ണമായിട്ട് ഞങ്ങളുടെ ചെയർമാന് അതിന്റെ കാര്യം പാസ്റ്റർ പോൾ തെങ്കയ അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷെ ജൂൺ മാസം 10 വൈകിട്ടാണ് ഈ കോൺഫറൻസ് ആരംഭിക്കുന്നത്. ആ കോൺഫറൻസ് ആരംഭിച്ച സമയം അത് റാലിയാണ്, എനിബഡി ക്യാൻ കം. അവിടെ രജിസ്ട്രേഷന്റെ ആവശ്യമില്ല, പബ്ലിക് മീറ്റിംഗ് ആണ്, എനിബഡി ക്യാൻ കം ജോയിൻ. അത് 11 രാവിലെ ആണ് കോൺഫറൻസ് ഒഫീഷ്യലി അതിന്റെ ഇത് തുടങ്ങുന്നത്. 10 റാലി കഴിഞ്ഞപ്പം ഏകദേശം 10:40 ദൈവദാസന്മാർ എന്ന് പറയുന്നവർ, ഇവര് ആ FGAG ചർച്ചിന്റെ, അതാണ് വെന്യൂ. പാസ്റ്റർ പോൾ തന്നെ വർഷങ്ങളാൽ അവിടെ നടത്തിക്കൊണ്ട് വരുന്ന ആരാധന ആലയത്തിലാണ് ഈ കോൺഫറൻസ് നടക്കുന്നത്. അവിടെ ഈ 10:40 ആൾക്കാർ കയറി വന്നു. അവര് പറഞ്ഞു ഞങ്ങള് ഈ റാലി കഴിഞ്ഞിട്ട് അവര് പോകുന്നില്ല, അവരവിടെ ഇരുന്നു. ഞങ്ങൾക്കൊരു ഇതിലൊരു ഒത്തുതീർപ്പായി ആക്കി തരണം, ഇല്ല ഞങ്ങൾ കോൺഫറൻസിന് അലോ ചെയ്യണം. അപ്പം ചെയർമാൻ പറഞ്ഞു അത് അനുവദിക്കാൻ പറ്റത്തില്ല, കാരണം രജിസ്റ്റർ ചെയ്യാത്തവരെ അകത്ത് കയറ്റാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇരുന്നപ്പം അവര് രാത്രി ഞങ്ങൾക്ക് ഇത് ഒത്തുതീർപ്പ് ചെയ്യാതെ ഞങ്ങളെ കയറ്റിയില്ലെങ്കിൽ ഞങ്ങൾ പോകത്തില്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. രാത്രി ആ സമയത്ത് ഞങ്ങളുടെ ചെയർമാൻ സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗാഡിന്റെ നേതാക്കന്മാര് വിളിക്കാൻ ശ്രമിച്ചു, പലവട്ടം ശ്രമിച്ചു. അവരെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. നൈറ്റ് ഇവര് പോകുന്നുമില്ല, ചർച്ച അടയ്ക്കാനും പറ്റുന്നുമില്ല. ഇവർ ഇറങ്ങാതെ ചർച്ച, അവര് പറയുന്നത് ഞങ്ങൾക്ക് ഇതിൽ ഒത്തുതീർപ്പാതെ ഞങ്ങൾ ഏത് കാരണത്തിനും ഇവിടെ നിന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഇതിന് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ചോദിക്കുകയാണ്. ഈ അവരെന്ന് പറയുന്നത് എവിടെ നിന്ന് വന്നവരാണ്, എത്ര പേരുണ്ട്, എന്തുകൊണ്ടാണ് അവരിവിടെ വരാനുള്ള പ്രധാന കാരണം എന്തുവാ? നമ്പർ 1, അതാ ഞാൻ പറഞ്ഞത്, ഈ സദറൻ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റില് രണ്ട് വിഭാഗമാണ്. ഒന്ന് പാസ്റ്റർ അതിന്റെ നേതൃത്വം വഹിക്കുന്ന അവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സ്. 2 വിഘടിച്ചു നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ഈ ഗ്രൂപ്പിന്റെ ആൾക്കാരാണ് വന്നത്. അവർ ഏകദേശം 40 പേരുണ്ടായിരുന്നു. ഈ 40 പേര് അടങ്ങുന്ന, അല്ലെങ്കിൽ അങ്ങനെ വിഘടിച്ചു നിൽക്കുന്ന ഇവരെത്ര കാലമായിട്ട് ഇങ്ങനെ വിഘടിച്ചു നിൽക്കുന്നവരാ? 13 വർഷങ്ങൾ കൊണ്ടാണ്. അപ്പൊ 13 വർഷമായിട്ട് വിഘടിച്ചു നിൽക്കുന്ന ഒരു പ്രശ്നം ഇതുവരെ SIAGക്ക് പരിഹരിക്കാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് തന്നെ പറയേണ്ടത് വരും, കാരണം അതിന്റെ റിസൾട്ട് അങ്ങതാണ്. SIAG അല്ല, അവരുടെ സദേൺ ഡിസ്ട്രിക്റ്റിന് പരിഹരിക്കാൻ ആദ്യം സദേൺ ഡിസ്ട്രിക്റ്റിന് പരിഹരിക്കാൻ പറ്റിയില്ല. അവിടെ നിന്നാണ് SIAGയിലേക്ക് പോയി. 2 വിഭാഗത്തിലും പരാജയം പറ്റിയത് ഈ തവണ ഞങ്ങൾ സമ്മതിക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ 13 വർഷമായി പരിഹരിക്കാതെ കിടക്കുന്ന പ്രശ്നവുമായിട്ട് ഈ 40ഓളം പാസ്റ്റേഴ്സ് ഇവിടെ കോൺഫറൻസിന് വരികയാണ്. അങ്ങനെ കോൺഫറൻസിന് വരുമ്പോൾ അവര് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവരോ ഓർഡിനേഷൻ ഉള്ളവരോ ഒക്കെ ആണോ എന്ന് നോക്കാതെ അവരെ എങ്ങനെ പ്രവേശിപ്പിക്കാൻ പറ്റുന്നത്? ഇല്ല, അതുകൊണ്ടാണ് പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞങ്ങളുടെ ചെയർമാൻ. വളരെ വ്യക്തമായി പറഞ്ഞു പറ്റത്തില്ല. അല്ല, അവര് പാസ്റ്റർ പറഞ്ഞത് അവര് അവിടെ ബലമായിട്ട് അവിടെ ഇരിക്കുന്നു, അവര് പോകുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ രാത്രി റാലി എന്ന് പറയുന്നത് വൈകിട്ട് 6 മണിക്ക് റാലി തുടങ്ങുന്നത്. ആ റാലിയില് എല്ലാവരും വന്ന് പങ്കുചേരാം, ഓപ്പൺ മീറ്റിംഗ് അത്. ആ കൂട്ടത്തിൽ ഇവരും കയറി വന്നു. മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയി. പക്ഷെ ഇവര് പോകുന്നില്ല, ഇവരെ ഇറക്കി വിടാനും പറ്റുന്നില്ല. അവരവിടെ പിക്കറ്റിംഗ് ഇരിക്കുന്ന പോലെ അവിടെ ഇരുന്നു.
ഞങ്ങൾക്കൊരു പരിഹാരം ഇതിന് ഇപ്പം ചെയർമാനായിട്ട് സംസാരിച്ച് ഞങ്ങൾക്ക് ഇതിന് നാളത്തെ എലക്ഷനിൽ അവർക്ക് പങ്കുചേരാൻ അനുവദിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോത്തില്ല എന്ന് പറഞ്ഞ് അവർ ഇരുന്നു. ആ സന്ദർഭത്തിലാണ് ഈ ചെയർമാന് അവരെ ഇത് ചെയ്യാൻ സ്നേഹപൂർവ്വം സകലതും പറഞ്ഞ് ഒതുക്കാൻ നോക്കിയിട്ടു അവര് കേൾക്കുന്നില്ല. അപ്പം അടുത്തത് വന്ന് പാസ്റ്റർ പോൾ AG ചെയർമാനാണ്. SIAG എടുക്കേണ്ട തീരുമാനം പാസ്റ്റർ എടുക്കാൻ പറ്റുകയില്ല. അതിന് SIAGയുടെ നേതാക്കന്മാരെ വിളിച്ചു രാത്രി. അവരെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അവരെ സെക്രട്ടറിയെ വിളിച്ചു. അന്നേരം പറഞ്ഞു പാസ്റ്റർ മീറ്റിംഗിന്. എന്നിട്ട് ചെയർമാൻ പറഞ്ഞു കൊണ്ടുപോയി ഫോൺ കൊടുക്ക്, അത്യാവശ്യം സംസാരിക്കണം. ആ സെക്രട്ടറി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ഇനി എങ്ങനെ ബന്ധപ്പെടാൻ പറ്റും? ആ രാത്രി ഇവരെ സമാധാനിപ്പിച്ച് ചെയർമാൻ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇന്നിപ്പേക്ക് നിങ്ങൾ റൂമിലേക്ക് പോയി എവിടെ ഞങ്ങൾ അവർക്ക് താമസ സൗകര്യം കൊടുത്തിട്ടില്ല. താമസ സൗകര്യം കൊടുത്തിട്ടില്ല. അവർക്ക് ഞങ്ങള് ആൾക്കാരുടെ കൂട്ടത്തിൽ പോയി ഫുഡ് കഴിച്ചെങ്കിൽ ഉണ്ട്, അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. പബ്ലിക് അതല്ലാതെ ഞങ്ങൾ അവർക്ക് രജിസ്ട്രേഷൻ കൊടുത്തിട്ടില്ല, ടാഗ് കൊടുത്തിട്ടില്ല. അവര് ഒഫീഷ്യലി ഇത് ചെയ്യാൻ പറ്റിട്ടില്ല. പക്ഷേ പിറ്റേ ദിവസം രാവിലെ അവര് വന്നു, ഇതിന്റെ അകത്ത് ഞങ്ങൾക്ക് കയറണമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി. അവര് വന്നത് വെറുതെ വന്നിട്ടില്ല, അവരെ കയ്യില് കോർട്ട് ഓർഡറും പിടിച്ചോണ്ടാ വന്നിരിക്കുന്നത്. മനസ്സിലായി? അവിടെ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഈ കോർട്ട് ഓർഡറിലുള്ളത്? ഇവരെ ഇവരെ കേട്ടണം. കോർട്ട് ഓർഡറിലുള്ളത് ഇവരെ കേട്ടണം. ഇവരെ കേട്ടില്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആകും. അതാണ് അവിടുത്തെ ഇത്. ഇവരെ കേട്ടിയ മറുസൈഡുള്ള സദറൻ ഡിസ്ട്രിക്റ്റിന്റെ ഒഫീഷ്യലി നേതൃസ്ഥാനത്തിൽ നിൽക്കുന്നവരെല്ലാവരും ഇതിനെ എതിർത്തു. പക്ഷെ കോർട്ട് ഓർഡർ കാണിക്കുമ്പോ പാസ്റ്റർ സാംജിറ്റി ചാക്ക് നമ്മൾ പറയുമ്പോ സംസാരിക്കുമ്പോ കാറ്റത്ത് വെടിവെച്ചതുപോലെ അല്ല. കാര്യമായിട്ട് അതിന് നമ്മൾ ഒന്ന് നോക്കണം. അതിൽ പ്രധാനമായിട്ട് ഇവർ ചെയ്തത് കോർട്ട് ഓർഡർ കാണിച്ച്, ഈ കോർട്ട് ഓർഡർ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വന്ന ഇവരെ കേട്ടില്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരും. അതിന്റെ ഹോസ്റ്റ് ആരാ, ഇതിന്റെ നേതാക്കന്മാരാരാ, ഇവർക്കാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇവരെ അകത്തോട്ട് വിടാം, പക്ഷെ വോട്ടിംഗ് ഒന്നും ചെയ്യാൻ അനുവാദമില്ല, ഇവരെ അകത്തോട്ട് വിടാം എന്ന് തീരുമാനിച്ചെങ്കിലും ഇവർ ഫോഴ്സ്ഫുള്ളി കയറുക. ഒരുമിച്ച് 10-70 പേര്, 72 പേരെന്തോ ഉണ്ട്, ഇവർ ഒരുമിച്ച് കയറുക. അപ്പം ചെറിയ വാതില്, ആ വാതിലില് എല്ലാം സ്കാൻ ചെയ്ത് അകത്ത് വിടുന്നത്. ഇവർ ഇടിച്ചു കയറി, കുറച്ചുപേർ അകത്തും കുറച്ചുപേർ പുറത്തും. ഇവർ കുറച്ചുപേർ അകത്ത് കയറിയെന്ന് വാർത്ത കേട്ടോടനെ അകത്തിരുന്ന സദറൻ ഡിസ്ട്രിക്റ്റിന്റെ ചില നേതാക്കന്മാര് മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി. മുദ്രാവാക്യം വിളിച്ച് സഭയെ അലങ്കോലപ്പെടുത്തിയപ്പം ഞങ്ങളുടെ ചെയർമാൻ ബുദ്ധിപൂർവമായിട്ട് ഇവരെല്ലാവരും കൊണ്ടുപോയി ഒരു ഗ്രീൻ റൂമിലോട്ട് ഇവരെല്ലാവരും കയറ്റി. ഗ്രീൻ റൂമിൽ കയറ്റി വെച്ച സമാധാനത്തോടെ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കോൺഫറൻസിനെ അലങ്കോലപ്പെടുത്തരുത്, ദയവേത് ഇതിന്റെ എന്ത് പരിഹാരം വേണമെങ്കിലും നമുക്ക് ഇരുന്ന് സംസാരിച്ച് ചെയ്യാമെന്ന്. ഇവരും മടങ്ങത്തില്ല. മറ്റവര് അവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ചു, അവരെ ഇറക്കി വിടണമെന്ന് പറഞ്ഞ് ഇത് ചെയ്തു. ഒരിടത്ത് കോർട്ട് ഓർഡറുണ്ട്, അതിനെ ലംഘിച്ച കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഞങ്ങളുടെ ചെയർമാന്റെ മണ്ടയ്ക്ക് മാത്രമല്ല, കമ്മിറ്റി മെമ്പേഴ്സും പിന്നെ അവിടുത്തെ സെൻട്രൽ ഡിസ്ട്രിക്റ്റിന്റെ എല്ലാ നേതാക്കന്മാരുടെ മണ്ടയ്ക്കും അതിന്റെ വഴി വരും. ഇതിന്റെ മധ്യത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ പാസ്റ്റർ പോൾ, അത് മാത്രമല്ല ഞങ്ങൾ വളരെ ബഹുമാനിക്കുന്ന ദൈവദാസനാണ് പാസ്റ്റർ D. മോഹൻ. തന്റെ ജീവിതകാലം മൊത്തം അസംബ്ലീസ് ഓഫ് ഗാഡിന് വളരെ നല്ല സൽപ്രവർത്തനങ്ങൾ കൊണ്ട് പേരെടുത്ത ഒരു ദൈവദാസനാണ്. ദൈവദാസന്റെ വാക്കിനും ഇവർ വില കൊടുത്തില്ല. ഇവരെ സമാധാനപ്പെടുത്തി മാറ്റിയിരുത്തി ഇവിടെ കോൺഫറൻസ് തുടങ്ങി.
കോൺഫറൻസ് തുടങ്ങിയപ്പോ ഗ്രീൻ റൂമിലുള്ളവര് അവരവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി. ഇവര് ഇവിടെ ഇരുന്നുകൊണ്ട് കോൺഫറൻസിന്റെ റിപ്പോർട്ടെല്ലാം വായിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ അവിടെ നിന്ന് അകത്തിരുന്ന് മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി. ഏകദേശം ലഞ്ചിന്റെ സമയമായപ്പം സമാധാനത്തോടെ അതിനു മുമ്പ് തന്നെ പാസ്റ്റർ ഡീമോനും സദറൻ ഡിസ്ട്രിക്റ്റിന്റെ SIAG നേതാക്കന്മാരും ആയിട്ട് ഈ വിഘടിച്ച് നിൽക്കുന്ന ഗ്രൂപ്പിന്റെ കമ്മിറ്റി മെമ്പേഴ്സ് എന്ന് പറയുന്ന 5-6 പേരെ അവരെ കൊണ്ടുപോയി സെപ്പറേറ്റ് ആയിട്ട് ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവതരിപ്പിച്ചിട്ട് ഒറ്റ വ്യക്തികളും ദൈവദാസൻ എന്ന ഒരു സീനിയർ ദൈവ ശുശ്രൂഷകൻ എന്ന ബഹുമാനം പോലും ഇല്ലാതെ വാക്കിന് ഒരു വാക്കും കേൾക്കുന്നില്ല, അവർ ശ്രദ്ധിക്കുന്നില്ല. അവർക്ക് പിടിച്ച ഇപ്പൊ കോൺഫറൻസ് ഞങ്ങളെ അതിൽ ഉൾപ്പെടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഇതിന് നടക്കാൻ വിടത്തില്ല എന്ന് പറഞ്ഞാൽ അവര് വാദിക്കുന്നു. മറ്റേ ഗ്രൂപ്പ് അകത്തിരുന്ന് ഇവരെ അകത്ത് കയറ്റിയ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഇതിന്റെ മധ്യത്തില് ഈ ഗ്രീൻ റൂമിലിരുന്ന ആരോ പോലീസിനെ ഇൻഫോം ചെയ്തു. ഈ വിഘടിച്ച് നിൽക്കുന്ന ഗ്രൂപ്പിന്റെ ഒരു വ്യക്തി വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ഇതിന്റെ അകത്ത് പൂട്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് പോലീസിന്റെ ഈ കോൾ സെന്റർ നമ്പറിൽ വിളിച്ചു. അത് നേരെ കമ്മീഷണർ ഓഫീസിനാണ് കണക്ട് ആവുന്നത്. കമ്മീഷണർ ഓഫീസിലിരുന്ന് ഇവിടുത്തെ ലോക്കൽ ഒയ്സല എന്ന് പറഞ്ഞ വണ്ടി അത് ഇങ്ങനെ പെട്രോൾ ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. എല്ലാ പട്ടണത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ആ ഇൻസ്പെക്ടർ നേരെ ഞങ്ങളുടെ അടുത്ത് അവിടെ വന്നു. സമ്പടി പാസ്റ്റർ, ഇത് ഞാനാണ് കൈകാര്യം ചെയ്തത്, ഇൻസ്പെക്ടറായിട്ട് സംസാരിച്ചത്, വേറെ ആരുമല്ല, ഞാനാണ് ഇടപെട്ടത്. ഞാൻ ഇൻസ്പെക്ടറിനോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞ് ഇങ്ങനെ ഇവിടെ എന്തോ പ്രശ്നം നടക്കുന്നു, ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഇത്രയും വലിയ ആൾക്കൂട്ടം ഉണ്ട്, ഇത്രയും ആൾക്കൂട്ടം ഉള്ള ഇടത്ത് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാഡം ഇവിടെ ഒരു പ്രശ്നമില്ല, സമാധാനമായിട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അത് ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ തീർത്തോളാം, ഇതില് നിങ്ങൾ ഇടപെടരുത്. ഷി വാസ് റെക്കോർഡിങ് എവറിത്തിങ്. ഇൻസ്പെക്ടറിന്റെ നെഞ്ചത്ത് ക്യാമറ ഉണ്ട്, ഇത് നമുക്ക് വേണമെങ്കിൽ എടുപ്പിക്കാം അന്ന് നടന്ന സംഭവം. ഇതാണ് വാസ്തവം. ആ മാഡം പറഞ്ഞു, നോക്കി എനിക്ക് കമ്മീഷണർ ഓഫീസിലിരുന്ന് പ്രഷർ വന്നുകൊണ്ടിരിക്കുക, അവിടെ എന്താ ഇതെന്ന്. കാരണം ഈ ടെൻഷനുള്ള സമയത്ത് ആണ് ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂരിന്റെ സമ്പടി പാസ്റ്ററിന് പ്രത്യേകമായിട്ട് ദൈവദാസനോട് എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ ബാംഗ്ലൂരിൽ RCB എന്ന് പറഞ്ഞ ഒരു ഫ്രാഞ്ചൈസി ക്രിക്കറ്റിന്റെ അവർ വിന്നറായി. അതിന്റെ സെലിബ്രേഷനിൽ ഇവിടെ സ്റ്റാമ്പിംഗ് ആയി ഏകദേശം 11 പേര് മരിച്ച്, കമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണർ, DCP, ACP, പിന്നെ ഇൻസ്പെക്ടർ ഉൾപ്പെടെ പ്രധാനമായ അധികാരികളെ സസ്പെൻഡ് ചെയ്തു. ഗവൺമെന്റ് വളരെ ടെൻഷനില്ല. അപ്പോസിഷൻ ലീഡേഴ്സ് ഗവൺമെന്റ് റിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞ് വാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഈവൻ ഞങ്ങളുടെ ചീഫ് മിനിസ്റ്ററും ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററും ഡൽഹിയിൽ പോയി അവിടെ എടുത്ത ചില തീരുമാനങ്ങളില് വരും കാലങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കത്തക്കവണ്ണം പുതിയ നിയമങ്ങൾ ഞങ്ങൾ പാസ്സാക്കുമെന്ന് പറഞ്ഞു. സാമ്പത്തി പാസ്റ്റർ പോൾ പെങ്കയുടെ ചർച്ചിൽ ഏകദേശം 40,000-നും അധികം ആത്മാക്കൾ എല്ലാ സൺഡേയും ദൈവത്തെ ആരാധിക്കാൻ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ കടന്നു വരുന്ന സ്ഥലത്ത് ഇന്ന് വരെ ഞങ്ങൾ ഒരു പെർമിഷൻ ദൈവദാസന് ഒരു പെർമിഷൻ എടുക്കേണ്ടത് വന്നില്ല. പാസ്റ്റർ സാംകുട്ടി ചാക്കുവിന് അറിയാം, ഞങ്ങൾക്ക് ഇവിടെ ഞാൻ ആരാധിക്കുന്ന സ്ഥലത്ത് ആരാധന സ്ഥലത്തിന് 1000 തടിച്ചു കൂടുന്നത്. ഇതിന് ഞങ്ങൾ പെർമിഷൻ എടുക്കാറില്ല. അതേപോലെ ഈ കോൺഫറൻസിന് ഒരു പെർമിഷൻ എടുത്തിട്ടില്ല. കാരണം ഇത് ഒരു 2000 പേരുള്ളതാ. സൺഡേസ് മോർ ദൻ ദിസ് ക്രൗഡ് ഇസ് വെരി ബിഗ്. അതിനെടുക്കാത്തത് ഇതിന്റെ ആവശ്യം വരുത്തില്ല എന്നൊരു ചിന്താഗതി. കാരണം നമ്മൾ ദൈവമക്കളാണ്, ഇവിടെ വരുന്നത്, കോൺഫറൻസിന് വരുന്ന ദൈവവചനം കേൾക്കുക, ആത്മീയമായിട്ട് നമ്മൾ ഒന്നുകൂടി എംപവറായി പോയി സ്വന്തം നാട്ടിൽ പോയി ദൈവവേല ചെയ്യുക, മറ്റുള്ള ആത്മാക്കളെ നേടുക എന്ന കാഴ്ചപ്പാടാണല്ലോ ഈ കോൺഫറൻസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ പാർട്ട് ഒരെണ്ണം ഒരു സൈഡ് ഉണ്ടെങ്കിൽ പ്രധാനമായിട്ട് അവിടെ വരുന്ന ദൈവദാസന്മാർക്ക് ഒരു എംപവറിംഗ് മീറ്റിംഗ് ആണ് ഇത് കോൺഫറൻസിന്റെ പ്രത്യേകത. പക്ഷെ ഇവിടെ സംഭവിച്ചത് ഈ കോൺഫറൻസ് ഈ ടെൻഷൻ ഉള്ള സമയത്ത് ഇവരിവിടെ കൂക്ക് വിളിക്കാൻ തുടങ്ങി.
മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് ഇൻസ്പെക്ടർ കേൾക്കാൻ തുടങ്ങി. അവിടെ എന്താ പ്രശ്നം, എന്താ ഇവിടെ ആരെ ഫോൺ ചെയ്ത് അവരെ വിളിക്കാൻ പറഞ്ഞു. ആ വ്യക്തി പുറത്ത് വന്നിട്ട് പറഞ്ഞു, ഇല്ല ഞാൻ ഒന്ന് പെട്ടെന്ന് വിളിച്ചെന്നേ ഉള്ളൂ, അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പം ഇവര് മുദ്രാവാക്യം വിളിക്കുമ്പോ ഈ പുള്ളിക്കാരത്തെ ഇടിച്ച് അകത്തോട്ട് കയറി, ഇവിടെ എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കും തന്നെ, ഇവിടെ എന്താ. അന്നേരമാണ് ഈ വലിയ ക്രൗഡിനെ കാണുന്നത്. ക്രൗഡിനെ കണ്ട ഉടനെ അവൾ കമ്മീഷണർ ഓഫീസിൽ ഇൻഫോം ചെയ്തു, ഇവിടെ ഇത്രയും കൂട്ടം കൂടിയിട്ടുണ്ട്, ഇത്ര വലിയ കൂട്ടമുണ്ട്, അല്ലെങ്കിൽ അവൾ ജോലി പോകുന്ന കാര്യമാണേ. അവൾ ഇൻഫോം ചെയ്തു. ഇൻസ്പെക്ടർ, ലേഡി ഇൻസ്പെക്ടറാണ്, ഇൻഫോം ചെയ്തു. അവിടെ നിന്ന് കമ്മീഷണർ ഓഫീസിലിരുന്ന് അവര് വിളിച്ചു പറഞ്ഞു, ഇവിടെ ഒരു ടെൻഷന് ആവശ്യമില്ല, ഒരു പ്രശ്നം, അവിടെ അവര് പെർമിഷൻ എടുത്തിട്ടില്ലെങ്കിൽ ആ കൂട്ടം അവിടെ കൂടാൻ പറ്റത്തില്ല, പെട്ടെന്ന് അതിനെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞ് അവിടുന്ന് ഓർഡർ ചെയ്തു. ഈ ലേഡി ഇൻസ്പെക്ടർ ഓർഡർ ആയിട്ട് തന്റെ ഐപാഡില് ഓർഡർ കോപ്പിയും പിടിച്ചോണ്ടാണ് അവൾ വന്ന് ഇപ്പൊ മീറ്റിംഗ് നിർത്താൻ പറയുക. ഇവിടെ ആ സമയത്ത് ഞങ്ങൾ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് മീറ്റിംഗ് തുടങ്ങുന്ന മുമ്പ് ഇൻസ്പെക്ടർ വന്ന് അവിടെ നിൽക്കുക, നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, ആൾക്കാരെ പിരിച്ചു വിടണമെന്ന്. ഒരിടത്ത് കോർട്ട് ഓർഡർ, ഒരിടത്ത് പോലീസിന്റെ പ്രഷർ, മറു സൈഡ് ഇവർക്ക് ഈ ടെൻഷന്. ഞാന് കേന്ന് അപേക്ഷിച്ചു, ദൈവദാസന്മാരെ നമ്മള് കുറച്ച് ബഹുമാനത്തോടെ പെരുമാറണം, നിങ്ങളൊന്ന് സിറ്റുവേഷൻ മനസ്സിലാക്കെന്ന് പറഞ്ഞിട്ട് ഇവരാരും കേൾക്കുന്നില്ല. ഈ രണ്ട് ഗ്രൂപ്പിന്റെ പ്രശ്നം കൊണ്ടുവന്ന് AGI ഇതിലേക്ക് കൊണ്ടുവന്ന് ഈ കോൺഫറൻസിനെ അലങ്കോലപ്പെടുത്തിയതില് ഞങ്ങൾക്ക് വളരെ വിഷാദമുണ്ട്, വളരെ ദുഃഖമുണ്ട്. ഇതില് ഞങ്ങളുടെ ചെയർമാന് പാസ്റ്റർ പോൾ തങ്കയ്യ വളരെ വളരെ ജ്ഞാനത്തോടെ ബുദ്ധിപൂർവമായിട്ട് ഇവർ തമ്മിൽ അടികൂടാതിരിക്കത്തക്കവണ്ണം രണ്ടുപേരെ മാറ്റി നിർത്തി, ഓരോരുത്തരും ഒരാളെ ഗ്രീൻ റൂമിന്, ഒരു ഗ്രൂപ്പിനെ ഗ്രീൻ റൂമിലും ഒരാളിനെ ഹാളിന്റെ അകത്തും ഇവിടെ നിർത്തിയത് കൊണ്ട് വലിയ പ്രശ്നത്തിൽ ചാടാതെ, അത് ഞങ്ങളുടെ ചെയർമാൻ ചെയ്ത ഒരു വലിയ ജ്ഞാനത്തിൽ ചെയ്ത ഒരു കാര്യമാണെന്ന് ഈ തവണ ഞാൻ പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. മറു സൈഡില് ദൈവദാസന്മാർ ഇവർ കാണിച്ചതിൽ ഒരു വാസ്തവമില്ല, ഇവർ ചെയ്തത് തെറ്റാണ്. AGIയിൽ 13 വർഷം കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത ആ SIAGയുടെ നേതാക്കന്മാർ കൈകാര്യം ചെയ്യേണ്ട കാര്യം AGIയിൽ കഴിഞ്ഞ 3 വർഷങ്ങൾ കൊണ്ട് AGIയിൽ നടന്ന ഒരു പ്രത്യേകമായ ഈ ഉയർച്ചയും അതിന്റെ പ്രവർത്തനം. പാസ്റ്റർ സാംബിറ്റി ചാക്കോ എന്റെ കയ്യിൽ റെക്കോർഡ്സ് ഉണ്ട്. പാസ്റ്റർ ഇത് ഞാൻ വേണമെങ്കിൽ കാണിക്കാം. ഒറ്റ വർഷം 3 വർഷത്തില് ഓൾ ഇന്ത്യയില് നടന്ന, ഞങ്ങളുടെ ചെയർമാന്റെ നേതൃത്വത്തില് നടന്ന ഈ ഉണർവിന് വേണ്ടി എല്ലായിടത്തും സഭകൾ സ്ഥാപിക്കാൻ ട്രെയിനിങ്ങും, ഒത്തിരി സഭകൾ സ്ഥാപിച്ചു, വേലക്കാരെ ഇറക്കി. ഇത് ഇന്ന് വരെ ചരിത്രത്തിൽ നടക്കാത്തത് 3 വർഷത്തിൽ ഈ ചരിത്രം സൃഷ്ടിച്ച ഒരു ശുശ്രൂഷയായിരുന്നു പാസ്റ്റർ പോളിന്റെ ശുശ്രൂഷ. ഇതിൽ കുറെ പേര് അസൂയപ്പെടുകയും ഇതില് ചിലര് അധികാരമോഹത്തിൽ കൂടി എന്ത് പറയാന്, സ്ഥാനമോഹികൾ എന്ന് മാത്രം ഞാൻ പറയട്ടെ, സ്ഥാനമോഹികൾ ചിലര് അവർ ചെയ്ത കുതന്ത്രം എന്ന് മാത്രം ഇതിൽ ഞാൻ അവിടെ കൊണ്ട് ഒതുക്കട്ടെ. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, അതായത് അവര് നിങ്ങളുടെ ഒരു ഭാഗം ഇത് പറയുമ്പോൾ തന്നെ എതിർഭാഗം ശക്തമായി ഉന്നയിക്കുന്ന കാര്യം, ഈ പോലീസ് നടപടിയും ഇവർ വന്നതും എല്ലാം തന്ത്രപൂർവം ഉണ്ടാക്കിയെടുത്ത ഒരു നാടകമാണ്, പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു നാടകമാണ് എന്നാണ് ആരോപണം ഉണ്ടാകുന്നത്. കാരണം അതിന് അവർക്ക് മുന്നോട്ട് വെക്കാനായിട്ട് ലോജിക്കലായിട്ടുള്ള ഒരു കാരണമുള്ളത്, പാസ്റ്റർ പോൾ തങ്കയ്യയ്ക്ക് ഇത്തവണ ഈ ഓൾ ഇന്ത്യ AGയുടെ സൂപ്രണ്ട് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ ഇലക്ഷനെ അട്ടിമറിക്കാൻ വേണ്ടി ബോധപൂർവം പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്ത കാര്യങ്ങളാണ് ഇതെന്നാണ് ആരോപണം. അപ്പൊ ആ ആരോപണത്തോടാണ് എന്താണ് നമുക്ക് മറുപടി പറയാനുള്ളത് എന്ന് അറിയേണ്ടത്. ഈ ആരോപണത്തില് ഒരു വാസ്തവവും ഇല്ല.
ഇത് ഫാബ്രിക്കേറ്റ് ചെയ്ത ആരോപണമാണ്. ഇതിൽ ഒരു സത്യാംശമില്ല, വാസ്തവതയില്ല. ഇത് ഈ പ്രസ്പിറ്ററി മീറ്റിംഗിൽ തിരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ, നോമിനേഷനിൽ വന്നില്ലെങ്കിലും ഞങ്ങളുടെ ചെയർമാൻ, ഞങ്ങളുടെ കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പ്രസ്പിറ്റേഴ്സും ഞങ്ങളെല്ലാവരും വിളിച്ച് പറഞ്ഞ ഒരു കാര്യം, ഈ പ്രാവശ്യം എനിക്ക് മത്സരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഒരു നിരാശയും ഇല്ല. നമ്മൾ ദൈവവേലക്കാരാണ്. ഈ പ്രാവശ്യം ഇല്ലെങ്കിൽ ദൈവത്തിന്റെ സമയം വരുമ്പോൾ ദൈവം തിരഞ്ഞെടുത്താൽ മതി. അത് ഈ കോൺഫറൻസിനെ ഏറ്റവും ഭംഗിയായിട്ട് വളരെ വന്ന ഗസ്റ്റ് മൊത്തം ദൈവത്താൽ അവർ സന്തോഷത്തോടെ പോകത്തക്കവണ്ണം നമുക്ക് അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ നിങ്ങളെല്ലാവരും കടപ്പെട്ടവരാണ് എന്നത് പാസ്റ്റർ പോൾ തന്നെ വളരെ വ്യക്തമായിട്ട് ഞങ്ങളെ വിളിച്ച് കാര്യമായിട്ട് ഉപദേശിച്ചു. അതേപോലെയാണ് അവിടെ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തത്, ക്രമീകരണം ചെയ്തത്. പാസ്റ്റർ സാംകുട്ടി ചാക്കോ, പാസ്റ്റർ പോളിനെ നോമിനേറ്റ് ചെയ്തില്ലെങ്കിൽ ഇത്രയും ഭംഗിയായിട്ട് ക്രമീകരണം ചെയ്യേണ്ട ആവശ്യം എന്തുണ്ടായിരുന്നു? ഇതിന് 100 കണക്കിന് വാളണ്ടിയേഴ്സും FGAG ചർച്ചിന്റെ സ്റ്റാഫും മീഡിയ ടീമും സകലരും രാവും പകലും. സാംകുട്ടി പാസ്റ്ററിന് അറിയാമോ, ഈ രജിസ്ട്രേഷന്റെ സമയത്തിൽ പോലും ചില സൗത്ത് ഇന്ത്യയിലെ ചില നേതാക്കന്മാര് കൊടുക്കേണ്ട ഡോക്യുമെന്റ്സ്, കൊടുക്കേണ്ട ഇതല്ല സമയത്തിന് കൊടുക്കാത്തത് കൊണ്ട് ഞങ്ങളുടെ ടീം രാത്രി മൊത്തം അധ്വാനിച്ച് രാവിലെ 5 മണിക്ക് വീട്ടിൽ പോവുമായിരുന്നു. ഇവരെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കണം, ഇവർക്ക് ഡീറ്റെയിൽസ് വിളിച്ചു പറയണം, ഇവരെ കോർഡിനേറ്റ് ചെയ്യണം. ഓരോരുത്തരും ഓരോ സ്ഥലത്തിരുന്ന്, ആൾ ഇന്ത്യയിലിരുന്നാ വരുന്നത്. അപ്പൊ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഇത്രയും ഭംഗിയായിട്ട് ക്രമീകരണം ചെയ്തെടുത്ത് വന്നിരുന്ന് അലങ്കോലപ്പെടുത്തിയത് സദറൻ ഡിസ്ട്രിക്റ്റിന്റെ ചില വ്യക്തികളും ആ വിഘടിച്ച ഗ്രൂപ്പും. അവിടെ പരിഹരിക്കാത്ത പ്രോബ്ലമാണ് ഇവിടെ കൊണ്ടുവന്ന് ഇവര് AGIയിലെ ആൾ ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഈ കോൺഫറൻസിനെ അളമ്പാക്കിയത്. അതാണ് വാസ്തവം, മറ്റത് പോസ്റ്റാണ്. അല്ല, അത് പറയുമ്പം ഇപ്പം പോൾ തങ്കൈ പാസ്റ്റർക്ക് മത്സരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, എതിർഭാഗത്ത് അല്ലെങ്കിൽ വേറെ പലർക്കും മത്സരിക്കാൻ സാധിക്കുന്ന സാഹചര്യം. അപ്പോൾ ഒരു കാരണവശാലും ഈ ഇലക്ഷൻ നടക്കാതിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ അത് പാസ്റ്റർ പോൾ തങ്കയ്ക്ക് മാത്രമല്ലേ, അല്ലാതെ അവർക്ക് നേട്ടമില്ലല്ലോ. ഇത് നടക്കാതിരിക്കാൻ ഈ സദറൻ ഡിസ്ട്രിക്റ്റിലിരുന്ന് ഉണ്ടായ ഇഷ്യൂ ഈ കോൺഫറൻസിന് വേണ്ടി ഉണ്ടാക്കിയതാണോ? ഇത് നീണ്ട 13 വർഷം കൊണ്ട് ഇല്ലയോ? നമുക്കത് ഗ്രഹിക്കാൻ പറ്റത്തില്ലയോ? സാംകുട്ടി പാസ്റ്റർ സാമാന്യം ജ്ഞാനമുള്ളവർ ചിന്തിക്കത്തില്ലയോ? 13 വർഷം കൊണ്ട് ഇതാരാ കൈകാര്യം ചെയ്യേണ്ടത്? SIAG-യോ? അതിന്റെ നേതാക്കന്മാരല്ലയോ? അതല്ലാതെ സദറൻ ഡിസ്ട്രിക്റ്റിന്റെ നേതാക്കന്മാരല്ലയോ? എന്ത് ദൈവദാസന്മാർ തമ്മിൽ കീഴടങ്ങി ഒന്ന് വണങ്ങിക്കൊടുക്കാൻ എന്നായിരുന്നു? ഇത് അവിടെ പരിഹരിക്കാതെ ഇവിടെ കൊണ്ടുവന്ന് പാസ്റ്റർ പോളിനെ തന്റെ പ്രവർത്തനത്തിനെ ഉയർച്ചയെ ഇഷ്ടപ്പെടാത്ത ചിലർ ചെയ്ത കുതന്ത്രമായിരുന്നു. ഇതല്ലാതെ ഇതില് വാസ്തവം ഇല്ല. ഇത് പറയുന്ന ഫാബ്രിക്കേറ്റഡാ, ഇത് പോസ്റ്റാണ്. ഇതെന്നാ പറയുന്നത്, മറ്റുള്ളവരെ പഴിചാരാൻ വേണ്ടി ഉണ്ടാക്കിയ കെട്ടുകഥയാണ്. അത് വാസ്തവമല്ല. ഇവിടുത്തെ ടെൻഷൻ മനസ്സിലാക്കണം. പോലീസിന്റെ ഇത് പ്രഷറുണ്ട്, കോർട്ട് ഓർഡർ ഉണ്ട്. സാംകുട്ടി പാസ്റ്റർ പറഞ്ഞേ, ഒരാൾ കോർട്ട് ഓർഡറും പിടിച്ചോണ്ട് അകത്ത് വന്നു. ഇവർക്ക് ഈ കോർട്ട് ഓർഡർ എവിടെ നിന്നാ കിട്ടിയത്? ഏത് ബേസിലാണ് കിട്ടിയത്? കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ SIAG ഇലക്ഷന്റെ സമയത്ത് അവര് ഈ വിഘടിച്ചു നിന്ന ജനത്തെ, ഈ ഗ്രൂപ്പിനെ അവര് അനുവദിച്ചു. അതിന്റെ ബേസിലാണ് അവര് ഓർഡർ കോപ്പി എടുത്തു വന്നത്, സ്റ്റേ ഓർഡർ കൊണ്ടുവന്നത്. ഇവരെ കയറ്റിയേ പറ്റുമെന്ന്. എന്താ തെളിവ്? ഇവരെ ഓർഡർ എടുക്കാൻ തെളിവ് എന്തൊക്കെ? അവർക്ക് ബാലറ്റ് പേപ്പർ ഉണ്ടായിരുന്നു. അവർ എല്ലാ ഫോട്ടോ കാണിക്കുക. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം SIAG-ക്കാരെ കയറ്റി, നിങ്ങൾ AGI എന്താ കയറ്റാത്തതെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇതിന് ഒത്തുതീർപ്പാകണം. ഇത് നത്തിങ്. ഇത് പാസ്റ്റർ പോൾ
ഞങ്ങളുടെ ചെയർമാന് AGIയുടെ ചെയർമാന് ആയിട്ട് ഇത് ഒരു ബന്ധവും ഇല്ല. AGI കമ്മിറ്റിക്ക് ഒരു ബന്ധവും ഇല്ല. ഇതിന് ഓക്കെ, ബന്ധമില്ലാത്ത വിഷയം കൊണ്ടുവന്ന് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി. ആരാ ഉണ്ടാക്കിയ പ്രശ്നം? മാത്രമല്ല, ഈ സമയത്ത് ഇവിടെ ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് പാസ്റ്റർ VT എബ്രഹാം സ്റ്റേജിൽ വന്നു. പാസ്റ്റർ VT എബ്രഹാം സ്റ്റേജിൽ വരുന്ന സമയത്ത് അവിടെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നിൽ നിന്ന ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ മനുഷ്യനെയാ വേണ്ടിയത്, വി വാണ്ട് ഹിം, ഹി ഈസ് ദ വൺ. ഇവരെ രണ്ടുപേരെയും അവര് ടാർഗറ്റ് ചെയ്തു. അവർ പുറകിൽ 70ഓളം പേര് ഞങ്ങളുടെ പുറകിൽ നിൽക്കുക. ഇവരെ രണ്ടുപേരെയും ടാർഗറ്റ് ചെയ്തു. അവരെ ഉപദ്രവിക്കാനുള്ള ചിന്താഗതിയോടുകൂടെ പുറകിൽ നിന്ന് 70 പേര് നിന്നത്. അപ്പൊ ഞങ്ങൾ അതിന്റെ മിഡിൽ നിന്ന്, ഇവൻ നേരത്തെ പാസ്റ്റർ ട്രഷറർ ആയിരുന്ന പാസ്റ്റർ കരീം പോലും ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് VT എബ്രഹാമിനെ വിളിച്ച്, യു ജസ്റ്റ് ഗോ ഡൗൺ, ഇഫ് യു ദെയർ ഇറ്റ് വിൽ ബി ബിഗ് പ്രോബ്ലം. സോ അവര് വയലന്റ് ആയിട്ട് നിൽക്കുക. ഇവരെ രണ്ടുപേരെ ഉപദ്രവിക്കാമായിരുന്നു. ആ ഉപദ്രവിക്കാനുള്ള സാഹചര്യം ഞങ്ങൾ സെൻട്രൽ ഡിസ്ട്രിക്റ്റിലുള്ള ഞങ്ങൾ ലീഡേഴ്സായി ഞങ്ങൾ അവിടെ പോയി. ഞങ്ങൾ അവിടെ ആ സ്റ്റേജിൽ അങ്ങനെ നിന്നത്. നിന്ന് അവരെ പതുക്കെ ഞങ്ങൾ മറ്റവരെ സദേൺ റിബൽ ഗ്രൂപ്പിനെ ഞങ്ങൾ അവരെ സ്വാതന്ത്ര്യപ്പെടുത്തി അവിടെ നിർത്തി. ഇവര് താഴെ പോയി. അപ്പോഴും സദേൺ ഡിസ്ട്രിക്റ്റിന്റെ ഒഫീഷ്യൽ ഗ്രൂപ്പ് അവരവിടെ ബഹളം ഉണ്ടാക്കുന്നു. പക്ഷെ മലബാറിൽ നിന്നുള്ള ആൾക്കാർ ബഹളം ഉണ്ടാക്കുന്നു. അപ്പൊ ഇവര് സത്യത്തിൽ ഇവര് രണ്ടുപേരും നേരത്തെ SIAGയുടെ ലീഡേഴ്സ് ആയിരുന്നവരും ഇപ്പോൾ ആയിരിക്കുന്ന ലീഡേഴ്സും കൂടെ ഇതിനെ അവര് സമാധാനപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നം അവിടെ അത്രയും വഷളാകില്ലായിരുന്നു. ഒരു കാര്യം ഞാൻ ഇതിനിടയ്ക്ക് പറയുക, 40,000 മെമ്പേഴ്സ് ഉള്ള ചർച്ചിന്റെ ഒരു പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ പോൾ തങ്കിയ, ഹി ഈസ് ഓൾറെഡി ഹാവ് എ നെയിം ആൻഡ് ഫെയിം. അദ്ദേഹത്തിന് പേരുമുണ്ട്, പെരുമയുമുണ്ട്. അപ്പോൾ SIAGയുടെ അല്ല, ഓൾ ഇന്ത്യയുടെ ഒരു ലീഡർഷിപ്പിലേക്ക് വന്നില്ല എന്ന് വിചാരിച്ച് പാസ്റ്റർ പോളിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ പാസ്റ്റർ പോള് ഇവിടെ ഇതിങ്ങനെ ഒരു കാര്യവും ചെയ്യേണ്ട കാര്യമില്ല. കാരണം SIAG ഓൾ ഇന്ത്യയുടെ ലീഡർഷിപ്പിലേക്ക് ഇനിയും അദ്ദേഹത്തിന് സൂപ്രണ്ട് ആകണം എന്നുള്ള ആ ചിന്തയിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടതില്ല. കാരണം അദ്ദേഹം സൗത്ത് ഏഷ്യയുടെ അസിസ്റ്റന്റ് ചെയർമാനാണ്, അതേപോലെ തന്നെ മറ്റൊന്നിന്റെ ചെയർമാനാണ്. അങ്ങനെ ആ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളിന് ഇവിടെ അസംബ്ലീസ് ഓഫ് ഗോഡ് ഇന്ത്യയുടെ ചെയർമാൻ നോമിനേഷൻ ബാലറ്റിൽ അവിടെ വന്നില്ല എന്ന് പറഞ്ഞ് ഈ കുരുട്ടുപണി അദ്ദേഹത്തിന് കാണിക്കേണ്ടതില്ല. അതുകൊണ്ട് അത് ചെയ്യാത്ത സാഹചര്യത്തിൽ മറ്റവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുന്നത് കൊണ്ട് അവരുടെ രീതിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതിനെ ട്വിസ്റ്റ് ചെയ്തതാണെന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ആ ഒരു കാര്യത്തിൽ. SIAGയിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെടാതിരുന്നത്, അതായത് എക്സിസ്റ്റിംഗ് ചെയർമാൻ ആയിരിക്കുന്ന ആള് SIAGയിൽ നിന്ന് നെക്സ്റ്റ് ടൈമിലെ ചെയർമാൻ സ്ഥാനത്തേക്ക് വരാനൊരു യോഗ്യത ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? അത് ഒരു അട്ടിമറി ആയിട്ട് വല്ലതും നടന്നതാണോ? അല്ല, അത് അവർ അട്ടിമറി, അതായത് എക്സിക്യൂട്ടീവ് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ലീഡേഴ്സ് ആയിട്ടിരിക്കുന്ന ഒരാള് ബൈലോ പ്രകാരം അദ്ദേഹത്തിന്റെ പേര് പറയണമെന്നില്ല. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, ഈ അടുത്ത ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞില്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് ഓട്ടോമാറ്റിക്കലി നോമിനേഷനിലുണ്ട്. അതുപോലും പറയുവാനുള്ള ഒരു കോർട്ടസി SIAGയിലുള്ള സെലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്ന SIAGയിലുള്ള 9 പിന്നെ മറ്റു ചില മെമ്പേഴ്സും കൂടെ അതിനു പോലും ഒരു കോർട്ടസി അദ്ദേഹത്തിന് കൊടുത്തില്ല. അദ്ദേഹത്തിന് കൊടുക്കാതെ അദ്ദേഹത്തെ ഒരു ലീഡർ എന്ന നിലയിൽ പോലും ഒരു റെസ്പെക്ട് ചെയ്യാത്ത വിധത്തിലാണ് അവർ കാര്യങ്ങൾ ചെയ്തത്. എന്നിട്ട് അത് മറച്ചു വെച്ചിട്ട്, കാരണം ബൈലോ പ്രകാരം ഇവിടെ നമ്മൾ അതിന് വളരെ വ്യക്തമായിട്ട് നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ സൂപ്രണ്ട് AGI സൂപ്രണ്ട് പറയാൻ ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അടുത്ത സെക്രട്ടറിക്ക് വേണമെങ്കിൽ ആ സ്ഥാനത്ത് മത്സരിക്കാം, അല്ലെങ്കിൽ ട്രഷറർക്ക് മത്സരിക്കാം, ഓൾറെഡി നോമിനേഷൻ വന്നവർക്ക് മത്സരിക്കാം. പക്ഷേ ഓൾ ഇന്ത്യയിൽ ഓൾറെഡി പ്രസന്റ് സൂപ്രണ്ടന്റ് ആയിട്ടിരിക്കുന്ന ഒരാള് until and unless he says that I don't want, he has right to stand or contest that election.
ആ സത്യം അവര് ബൈലോയിൽ നിന്ന് അവർ മറച്ചു വെച്ചിട്ട് അവരുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി അവർ ഈ കാര്യങ്ങൾ ചെയ്ത. അതിന്റെ കൂടെ അവർ ഇവിടെ വന്നപ്പോൾ ഇവിടെ അവർക്ക് പരിഹരിക്കാമായിരുന്ന ഈ സദേൺ ഡിസ്ട്രിക്റ്റിന്റെ ഈ വിഷയം അവരതിനെ എടുത്ത് പോപ്പപ്പ് ചെയ്തിട്ട് അവര് കാര്യങ്ങൾ ചെയ്ത് ഇവിടെ ട്വിസ്റ്റ് ചെയ്യുക. ഇപ്പോൾ വന്നിരിക്കുന്നത് കോൺഫറൻസ് ഇവിടെ നടന്നതുകൊണ്ട് ഞങ്ങൾ ഇത്രയും പൈസയും ചെലവഴിച്ചിട്ട് ഞങ്ങളുടെ മേലില് ആ പ്രശ്നത്തെ കൊണ്ടുവന്ന് വെക്കുകയാണ്. സെൻട്രൽ ഡിസ്ട്രിക്ട് അത് അവരെ ഹോസ്റ്റ് ചെയ്യുന്ന ഡിസ്ട്രിക്റ്റാ. ഇത്രയും പൈസ ചെലവഴിച്ച് ഇങ്ങനെ ഒരു കോൺഫറൻസ് ഇങ്ങനെ അലങ്കോലപ്പെടുത്താൻ ഇത്രയും കഷ്ടപ്പെട്ട ഒരു സഭാ ഹോള് വെച്ചു കൊടുക്കാൻ ലഭിക്കാതെ ബന്ധപ്പെടുന്ന വ്യക്തികൾ ഇവിടെ ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിലുള്ളപ്പം 19 ലക്ഷം രൂപ മുടക്കി വെച്ച് ഞങ്ങള് ഈ കോൺഫറൻസ് അലങ്കോലപ്പെടുത്താൻ ഞങ്ങൾ ചെയ്യുവോ? പാസ്റ്റർ സാംകുട്ടി പറ, ഞങ്ങൾ അത് ചെയ്യുവോ? അല്ലെങ്കിൽ പാസ്റ്റർ പോൾ അത് ചെയ്യുവോ? പാസ്റ്റർ പോളിന് കിട്ടുന്ന സഭയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു നല്ല ഭാഗവും ഇവിടെ സഭാ ഹോൾ വെക്കാനും സ്ഥലം വാങ്ങിക്കാനും ഇവിടെ നിന്നുള്ള മറ്റ് രാജ്യങ്ങളിലേക്കും അദ്ദേഹം പൈസ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. സ്വന്തം കാര്യത്തിന് വേണ്ടി പോലും ഉപയോഗിക്കാതെ താൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത്രയും ഒരു കോൺഫറൻസ് കൊണ്ടുവന്നിട്ട് ഒരു സ്ഥാനത്തിന് വേണ്ടി 80 ലക്ഷം രൂപ വെള്ളത്തിൽ മുക്കിക്കളയുവോ? അതിനുവേണ്ടി ചെയ്യുവോ? അപ്പോൾ ഇത് ഇപ്രാവശ്യത്തെ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിനെ കുറിച്ച് പാസ്റ്റർ രവിമാണി പറഞ്ഞു. 8 പേജാ റിപ്പോർട്ട്. യങ്സ്റ്റേഴ്സിന് വേണ്ടി, വിമൻസിന് വേണ്ടി, പ്രയർ ഡിപ്പാർട്ടിന് വേണ്ടി, ഓരോരോ സ്റ്റേറ്റിലും ഓരോരോ മറ്റ് രാജ്യങ്ങളിൽ കൂടെ അദ്ദേഹം അതിനെ ശരിക്കും ഫ്ലറിഷ് ആകത്തക്ക നിലയിൽ വർദ്ധിച്ചു വരത്തക്ക നിലയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോ ഇവര് ചെയ്തെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അവർക്ക് സ്ഥാനം മതി, ജസ്റ്റ് വന്നു ഒരു റിപ്പോർട്ട് വായിക്കണം, ഇത്ര കമ്മിറ്റി കൂടി ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചിന്തിച്ചു, ചെയ്തു, പോയി. ഞാൻ ചോദിക്കുന്നത് പാസ്റ്റർ പോള് 3 വർഷമേ ഇരുന്നുള്ളൂ. 3 വർഷം ഇരുന്ന പാസ്റ്റർ പോളിന് വേറെ ഇനി അദ്ദേഹം മാനുഷികമായി തന്നെ ചിന്തിച്ച ഇത്രയും കാര്യങ്ങളുള്ള ഒരു വ്യക്തി, 65 വയസ്സുള്ള ഒരു വ്യക്തി ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഒരു ലോഡ് തലയിലെടുത്തിട്ട് എന്തിനു വേണ്ടിയാ ചെയ്യുന്നേ? എന്തിനു വേണ്ടിയാ? പേരിനും പെരുമയ്ക്കും അദ്ദേഹത്തിന്, ഞാൻ പേഴ്സണലി ആയിസേ, ഒരു പേരിനും പെരുമയ്ക്കും പാസ്റ്റർ പോളിന് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി അദ്ദേഹത്തിന് പേരുമുണ്ട്, പെരുമയുണ്ട്. അപ്പൊ ഈ ചെയ്തെന്ന് പറയുന്നത് ഈ കാര്യം ഇവിടെ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ മേലിൽ കൊണ്ടിട്ടിരിക്കുകയാണ് ഇപ്പം, അല്ലെങ്കിൽ ഇവിടുത്തെ സെൻട്രൽ ഡിസ്ട്രിക്റ്റിന്റെ മേലിട്ടിരിക്കുക. ആസ് എ പ്രസ്പിറ്റേഴ്സ്, ആസ് എ ലീഡേഴ്സ് ഓഫ് ദ സെൻട്രൽ ഡിസ്ട്രിക്ട്, we are giving our blood to have the churches to increase in Karnataka and Goa. We don't want to take that blame. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹാലലുയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹാലലിയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹാലലിയായിക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് പതിനായിരക്കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങുന്നു. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ 10,000ങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.